പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയ സഹോദര വൈദികരെ, കണിശമായിട്ടും അതിൽ എല്ലാ ബിഷപ്പ്മാരും ഉൾപ്പെടും. ബിഷപ്പ്മാരും വൈദികർ ആണല്ലോ. നമ്മളെ നശിപ്പിക്കുവാൻ തക്കം നോക്കിയിരിക്കുന്ന പൈശാചിക ശക്തി ഒരു വശത്ത്, പൈശാചിക ശക്തികളിലൂടെ ഒരുപക്ഷെ വ്യക്തികൾ, സമൂഹങ്ങൾ, ഇങ്ങേയറ്റം ചുറ്റുപാടുകൾ പോലും നമ്മളെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ നോക്കിയിരിക്കുന്നു എന്നത് വലിയൊരു സത്യം ആണ്. ഇതേപ്പറ്റി ഒരു വീഡിയോ ഇറക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയ ഒരു ധ്യാനം ആണ്. ഫ്രാൻസിൽ ആയിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ ധ്യാനത്തിലും എത്ര പേരുണ്ടെങ്കിലും അവരുടെ എല്ലാം ശിരസിൽ തലയിൽ കൈവച്ച് അവസാനം ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി. 5000 പേരായാലും 10000 പേരുണ്ടെങ്കിലും അത് ആളുകൾ ഞാൻ വീൽചെയറിലായതുകൊണ്ട് ഒരു ട്രോളിയിൽ ഇരുത്തും. അതിനവർ പറയുന്നത് ജെയിംസ് മൊബിൽ എന്നാണ്. എന്നിട്ട് ഞാൻ എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ പല മാനിഫെസ്റ്റേഷൻസും മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നാൽ വളരെ വിചിത്രമായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു. ഒരു 45-48 വയസ്സുള്ള ഒരു മനുഷ്യൻ, ബർണാഡ് എന്നാണ് പേര്, തലയില കൊണ്ട് തൊടുകയും എടുത്തൊരു ചാട്ടം എന്നെ 2 കൈക്കും പിടിച്ചു. അപ്പോൾ ഞാൻ യൂറോപ്പിൽ ധ്യാനിപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ കൂടെ 2 ഗാർഡ്സ് ഉണ്ടായിരിക്കും എന്നെ സംരക്ഷിക്കാൻ. അപ്പോൾ ഈ 2 പേരും എൻ്റെ അടുത്തുണ്ട്. അവർ 2 പേരുമാണ് ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നത്. ചാടി ഇയാളെ കൈക്ക് പിടിച്ചു. ഇയാള് അവരെയെല്ലാം എതിർത്തുകൊണ്ട് ഷൗട്ട് ചെയ്യാണ്, ഗർജിക്കുകയാണ്. ഇവനെ ഞാൻ കൊല്ലും, ഇവനെ ഞാൻ കൊല്ലും, വച്ചേക്കില്ല. എന്നിട്ട് പറയാണ്, നിന്നെയല്ല നിന്റെ കൂട്ടരെ മുഴുവൻ, വൈദികരെ മുഴുവൻ നശിപ്പിക്കും. എന്നിട്ട് അവൻ വിളിച്ചു പറയാണ് എല്ലാവരും പബ്ലിക്കിൽ ഫ്രഞ്ച് ഭാഷയിൽ. പിന്നീടാണ് എനിക്ക് അതിന്റെ തർജ്ജിമ മനസ്സിലായത്. നീ കേരളത്തിലായിരുന്നപ്പോൾ മോട്ടോർ സൈക്കിൾ വഴിയും കാർ വഴിയും നിനക്ക് അപകടങ്ങൾ ഉണ്ടാക്കി നിന്നെ കൊല്ലാനായിട്ട്. ഞാൻ നിന്നെ തസ്കരന്മാരാ പിടിച്ചുകൊണ്ടുപോകപ്പെട്ടു നിന്നെ കൊല്ലാൻ. പക്ഷെ നീ ചത്തില്ല. അത് നീ യൂറോപ്പിൽ വന്നത് എനിക്ക് വലിയ വിരോധമായിരുന്നു. യൂറോപ്പ് എന്റെ രാജ്യമായിരുന്നു. എന്റെ രാജ്യം കൈയടക്കാൻ, യേശുവിന് വേണ്ടി കൈയടക്കാൻ നീ ഇവിടെ വന്നത്. അന്ന് മുതൽ ഞാൻ നിന്നെ എതിർക്കുവാൻ തുടങ്ങി. സിയന്നായിൽ വെച്ച് നിനക്ക് ആ ടണലിൽ വെച്ച് അപകടമുണ്ടാക്കിക്കൊല്ലാൻ ഞാൻ പരിശ്രമിച്ചത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ എന്നെ പറയുകയാണ്, കാറപകടത്തിൽ വെച്ച് നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചത്. പിന്നെ പറയാണ്, ഇറ്റലിയിൽ വെച്ച് 3 വൈദികരുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം. ഇങ്ങനെ ഓരോന്നും പറയുന്നു. അവസാനം പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ ഞാൻ GBS ഗില്ലംബാരെ രോഗം വരുത്തി. നീ മരിച്ചു എന്ന് തന്നെ കരുതി. എന്നാൽ നീ വീണ്ടും എഴുന്നേറ്റു. നിന്നെ ഇനി ഞാൻ വച്ചേക്കില്ല. അവസാനം വരെ ഞാൻ നിന്നെ അനുഗമിക്കും, നിന്നെ നശിപ്പിക്കുവാൻ. നിന്നെ മാത്രമല്ല, വചനം പ്രഘോഷിക്കേണ്ട സകല വൈദികരെ വച്ചേക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പേടിച്ചൊന്നുമില്ല. കാരണം എന്നെ സഹായിക്കാൻ ആളുണ്ട്. കാരണം ഇവൻ എന്നെ പിടിച്ച് താഴേക്കിട്ടാൽ വീഴും. കാരണം എനിക്ക് ബലഹീനതയുണ്ടല്ലോ. എങ്കിലും തമ്പുരാൻ കാത്തുകൊള്ളുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് എനിക്കൊരു വലിയ വെളിപ്പെടുത്തലാണ് തന്നത്. അതായത് എന്തുകൊണ്ടാണ് പിശാച് ഇങ്ങനെ വൈദികരെ നശിപ്പിക്കാൻ നോക്കുന്നത്? അതിന് കാര്യമുണ്ട്. വൈദികരെ ഇല്ലാതാക്കിയാൽ സഭ ഇല്ലാതാകും. യേശുവും ഈ ഭൂമിയിൽ ഇല്ലാതായിത്തീരുമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് നോക്കിയാൽ 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അതായത് എപ്രകാരം മാതാവ് യേശുവിനെ ഗർഭം ധരിച്ചപ്പോൾ പിശാച് ഇളകിയെന്ന്. ആദ്യം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ അരിശവും ദേഷ്യവും ഉണ്ടായി. അങ്ങനെയാണല്ലോ അവരെ തട്ടിക്കൊണ്ടുപോയത് ഏദൻ തോട്ടത്തിൽ നിന്ന്. അതിനുശേഷം യേശു വന്നു. ആ യേശുവിന്റെ സാന്നിധ്യവും
യേശുവിന്റെ പ്രവൃത്തിയും തുടരുന്നത് വിളിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരിലൂടെയാണ്. അപ്പോൾ അവരെ നശിപ്പിക്കാനായിട്ടാണ് ശ്രമം. അതെ, പിശാചിന്റെ ഏറ്റവും വലിയ അരിശം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകം 12 കാണാൻ പറ്റും. അഗ്നിമാനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 8 കിരീടങ്ങൾ, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവരുടെ മുമ്പിൽ കാത്തുനിന്നു. അതായത് മാതാവിന്റെ ഗർഭസ്ഥ അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത്. അവൾ ഗർഭിണിയായപ്പോൾ നശിപ്പിക്കാൻ. പിന്നെ അടുത്ത വചനത്തിൽ കാണാൻ സാധിക്കും, കർത്താവ് അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. വെളിപാടിന്റെ ഭാഷ പ്രത്യേകമാണെന്ന് നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട് 13-ാം വചനത്തിൽ, താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. ഹല്ലേലൂയ! ആൺകുട്ടിയെ പ്രസവിച്ച, എന്നാൽ യേശുവാകുന്ന ആൺകുട്ടിയെ പ്രസവിച്ച ആ അമ്മയെ തേടി പോവുകയാണ്. ഇനി അതിനുശേഷം കാണാൻ സാധിച്ചത് യേശു അവളെ രക്ഷിച്ചു, അവനെയും രക്ഷിച്ചു. അതിനുശേഷം അവളുടെ മക്കളായ എന്ന് പറഞ്ഞാൽ മാതാവിനോട് ഭക്തിയുള്ളവരെ പീഡിപ്പിക്കുവാൻ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ, അതുപോലെ കൽപ്പന പാലിക്കുന്നവരെ തകർക്കുവാൻ മണൽത്തിട്ടയിൽ, അതായത് ഭൂമിയിൽ നിലകൊണ്ടു എന്ന് വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായം അവസാനം നമ്മൾ വായിക്കുന്നത്. ഇവിടെ എന്റെ ചിന്താശകലം പോകുന്നത്, ആരാണ് ഒരു വൈദികൻ? ഒരു വൈദികൻ ഓരോ ദിവസവും തന്റെ കൈക്കുമ്പിളാകുന്ന മാതാവിന്റെ ഉദരത്തിൽ യേശുവിനെ പ്രസവിക്കുന്നു. വൈദിക കരങ്ങൾ പരിശുദ്ധമാണ്. പ്രിയ വൈദികരെ, നമ്മുടെ കരങ്ങളിൽ യേശുക്രിസ്തു പിറക്കുന്നു. അത് പുൽക്കൂടാണ്. മാത്രമല്ല, ആ കൈകളിലൂടെയാണ് യേശുവിന്റെ എല്ലാ സഹനങ്ങളും പീഡാനുഭവവും കുരിശുമണ്ണുമെല്ലാം ആഘോഷിക്കുന്ന ദിവ്യബലിയിൽ. അപ്പോൾ ഇത് സംഭവിക്കുന്ന ആ കരങ്ങൾ, അപ്പോൾ ഇത് കണിശമായിട്ടും പിശാചിനെ എതിർക്കണം. വൈദികരുടെ എണ്ണം കുറയുന്നത് പിശാചിന് നേട്ടമാണ്, അതറിയാമല്ലോ. കാരണം ഇന്ന് ഏകദേശം 50,000 അൾത്താരകളിൽ 50,000-ഓളം കത്തോലിക്ക വൈദികർ ബലിയർപ്പിക്കുന്നുണ്ട്. 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം സ്ഥലത്ത് യേശുവിന്റെ ജനനം, സഹനം, പീഡാനുഭവം ഈ ബലികളിൽ സംബന്ധിക്കുന്നവർക്ക് സംലഭ്യമാക്കുക. അതാണ് ദിവ്യബലി. അതായത് യേശു സംഭവം മനുഷ്യർക്ക് സംരംഭ്യമാക്കുക. ഇനി ഇത് നടത്തിക്കുന്ന ആരാണ്? ഒരു പുരോഹിതൻ. അപ്പോൾ ഈ പുരോഹിതൻ ഇല്ലാതെ വന്നാൽ യേശുവിന്റെ ജനനം ഈ ഭൂമിയിൽ കാണില്ല. അതുകൊണ്ടാണ് വൈദികരുടെ എണ്ണം ഈ ലോകത്ത് ഏറ്റവും ആവശ്യമാണ്. കത്തി പ്രകാശിക്കണം. അവന്റെ കരങ്ങളിലൂടെ കർത്താവ് പിറക്കണം. അവന്റെ കരങ്ങളിലൂടെയും അധരങ്ങളിലൂടെയും പ്രസംഗിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണം. അവന്റെ സഹനങ്ങളിലൂടെ ലോകം രക്ഷിക്കപ്പെടണം. ഇതെല്ലാം നടത്താതിരിക്കാനായിട്ടുള്ള പിശാചിന്റെ ഒരു വലിയ പ്രവർത്തനം കാണാൻ കഴിയും. നമുക്കറിയാം, കോവിഡിന്റെ കാലത്ത് ചെറുപ്പക്കാരായ എത്രയോ വൈദികർ മരിച്ചു. വൈദികരുടെ മരണത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ മരണത്തെക്കാൾ ശതമാനം കൂടുതലായിരുന്നു. കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എത്രയോ ചെറുപ്പക്കാർ വൈദികർ. ഈ അടുത്തൊരു നാളത്തെ നമുക്കറിയാം, ചെറുപ്പക്കാർ വൈദികർ തന്നെ ഒന്നെങ്കിൽ ഒരു കാർ അപകടം, അല്ലെങ്കിൽ ഷോക്ക് അടിച്ചു, എന്തുമായിട്ട് കാരണം ഒരു രോഗം, പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. വൈദികനായിട്ട് 1 കൊല്ലവും 2 കൊല്ലവും ആയിരൊക്കെ ചെറുപ്പക്കാരോടാണ് അത് പിശാചിന്റെ നോട്ടം. ഇനി പിശാച് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ വ്യക്തികളിലൂടെ. നോക്കൂ, ആഫ്രിക്കയിലും മറ്റും വൈദികരെ വെട്ടിക്കൊല്ലുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഫ്രാൻസിൽ തന്നെ ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ 2 വൈദികരെ അൽത്താരയിൽ വെച്ച് കൊല്ലുകയുണ്ടായി. അവർ വേറെ പല സ്ഥലത്ത് നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ വൈദികനെ വകവരുത്തുവാൻ ഒരു വലിയ ഒരു പരിശ്രമം പിശാച് ജനങ്ങളിലൂടെ, ഒരു മറ്റു മതവിഭാഗത്തിലൂടെ, അതുപോലെ ചുറ്റുപാട് അന്തരീക്ഷം, അതായത് ഈ അപകടങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നതിന്റെ ഒരു ശക്തിയുണ്ടല്ലോ. അത് കർത്താവായ ഈശോ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതായത് പറഞ്ഞതാണ്, ഏറ്റവും ആവശ്യം പ്രഘോഷിക്കുക കർത്താവിനെ. ബാക്കിയെല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആരെയാ ഭയപ്പെടുന്നതും പറയുകയാണ്. 17-ാം വചനം, അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ,
ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിവുള്ളവരെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. നമ്മൾ വൈദികരുടെ പ്രത്യേകം കർത്താവ് എടുത്തു പറയുന്ന ഒന്നാണ്. അതെ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന്. ഇവിടെ പ്രിയ വൈദികരെ, ഈ കാലഘട്ടം വളരെ മോശമാണ്. ജനങ്ങൾക്കല്ല, വിശ്വാസികൾക്കല്ല. നമുക്കറിയാം, സത്യസഭയും വിശ്വാസികളെയും ഇല്ലാതാക്കുവാൻ എല്ലാ പരിശ്രമങ്ങളും നടക്കുന്നൊരു കാലഘട്ടം. ഇവിടെ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല ഇടയരായി ജീവിക്കേണ്ട നമ്മൾ വൈദികരാണ്. പ്രിയപ്പെട്ടവരെ, വചനം പ്രഘോഷിക്കണം, ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം. ഇതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കണിശമായിട്ട് നമ്മളെ അനുധാവനം ചെയ്തൊരു പിശാചുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ ഈശോ പൗലോസ്ലീഹായുടെ പറയുന്നത് പോലെ അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയിലും അതിന്റെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർക്കുവിൻ. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ. എഫേസോസ് അധ്യായം 6, 10, 11. അപ്പൊ അവിടുത്തെ ശക്തിയും അതുപോലെ പ്രാഭവം നമ്മൾ വഹിച്ചിരിക്കണം, നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇനി കത്തോലിക്ക വൈദികരോട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം തകർക്കാൻ പരിശ്രമിക്കുന്നത്? എളുപ്പമാണ്. അതിന് കാരണം അവര് 3 വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മചര്യം. ഇന്ന് നമുക്കറിയാമല്ലോ, അശുദ്ധിയുടെ ആത്മാവ്, വ്യഭിചാരത്തിന്റെ ദുർഭൂരം ലോകം മുഴുവനുമുണ്ട്. ഇന്നത്തെ ഫോണോഗ്രാഫിയിൽ കൂടിയും കമ്പ്യൂട്ടർ വഴിയും എല്ലാം ഇന്നത്തെ എല്ലാ ടെക്നോളജിയും വിശുദ്ധിക്കെതിരായി, ബ്രഹ്മചര്യത്തിനെതിരായി ഒക്കെ ഉള്ള കന്യകത്വത്തിനെതിരായിട്ടുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ വൈദികനെ വീഴിക്കാൻ ആദ്യത്തെ കണി ഒഴുക്കുന്നത് അവന്റെ ആ സമർപ്പണ ബോധം, അതായത് വ്രതം ചെയ്തുള്ള സമർപ്പണ ബോധത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം. അതിനെ വിരൽ ചൂടും, അവിടെ വയ്ക്കും. അത് വികാരപരമായ ഒന്നാണ്, രംഗമാണ്. അപ്പൊ സ്ത്രീകളോട് ആകർഷിപ്പിച്ച് അവരും അശുദ്ധപാപം ചെയ്യുവാൻ, അതുപോലെ ഒരു അവിവിഹിത ബന്ധമുണ്ടാക്കാൻ എല്ലാം പരിശ്രമിക്കും. അങ്ങനെ വീണുപോയ ധാരാളം വൈദികർ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനാണ് ശക്തി നമ്മൾ സംഭരിക്കേണ്ടത്. അങ്ങനെ ആ കെണിയിൽ വീഴാതിരിക്കുവാൻ. പിന്നെ ദാരിദ്ര്യം. ഒരു വൈദികന്റെ കയ്യിൽ കൂടി കോടിക്കണക്കിന് രൂപ കടന്നു വരും. എന്റെ കൈ കൂടി വരുന്ന എനിക്കറിയാം. ഞാൻ എത്രയോ പേരെ സഹായിക്കുന്നത് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ആ പണം സ്വന്തമാക്കുവാനായിട്ടുള്ള ദുരാശ പിശാച് കൊണ്ടുവരും. ഇവിടെയാണ് എളിമയിൽ ആ ദാരിദ്ര്യ രൂപയിൽ ജീവിക്കണം. അപ്പോൾ കരുത്തുള്ളവരായിരിക്കും നമ്മൾ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാറുമുള്ളതല്ലേ പ്രിയ വൈദികരെ? എങ്കിൽ അനുസരണ എല്ലാം. ഇന്ന് കേരളത്തിലെ സഭയ്ക്കും അനുസരണക്കേടിന്റെ ആണല്ലോ നമ്മൾ കാണുന്നത്. ഇതിന്റെ ഫലമായിട്ട് വൈദികരെ നശിപ്പിക്കുക. അപ്പോൾ ഈ സമർപ്പണത്തിലൂടെ ഉണ്ടാകുന്ന ശക്തി ഇല്ലാതാക്കുക. അങ്ങനെ വൈദികനെ നിലം പരിശാക്കുക. അതാണ് ഒന്ന്. ഇനിയും നമുക്കറിയാം, ഞാൻ ഒരു ധ്യാനത്തിൽ വെച്ച് ഇതുപോലൊരു പിശാചുബാധ പിടിച്ച ഒരാൾ ജർമ്മനി വെച്ച് പറഞ്ഞാണ്, ഞങ്ങൾ വൈദികരെ നശിപ്പിക്കുവാൻ 17 പേര് കൂടി മന്ത്രവാദം ചെയ്യുന്നുണ്ട്, കൂടോത്രം ചെയ്യുന്നുണ്ട്, നിഗൂഢ ശക്തികൾ ഒക്കൾട്ട് ഉപയോഗിക്കുകയാണ് വൈദികരെ നശിപ്പിക്കുവാൻ. ഇനി നമുക്കറിയാം, ലോകം മുഴുവൻ പിശാചിന്റെ ആലയങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഇതുപോലെ നിഗൂഢ ശക്തികൾ, മന്ത്രം, കൂടോത്രമൊക്കെ കേരളത്തിലുമുണ്ട്. ഞാൻ ഒരിക്കൽ ഓർക്കുന്നത്, ഞാൻ SFS സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണല്ലോ പ്രാസംഗികനാകുന്നത്. എനിക്കൊരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അതിന് കേട് വന്നപ്പോൾ നന്നാക്കാനായിട്ട് നാഗമ്പടം കോട്ടയത്ത് ചെന്നു. ഒരു വിജാതീയനായ മനുഷ്യൻ തുറന്നപ്പോ കണ്ടത് എന്താണെന്നറിയാമോ? ഒരു തീപ്പെട്ടിക്കകത്ത് അതായത് അല്പം അസ്ഥിയുടെ അംശം, തലമുടിയുടെ അംശം, ചാരം, ഇങ്ങനെയുള്ള എല്ലാം കൂടെ കൂടി ഒരു അറബി വാക്ക് ഉണ്ട്. അതിനോട് പറഞ്ഞു, അച്ഛനായിട്ടാണ് മറിഞ്ഞു വീണിട്ടും മരിക്കാതിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആ ഫ്രഞ്ചുകാരൻ പറഞ്ഞതുപോലെ അച്ഛനെ അകപ്പെടുത്താൻ ഞങ്ങൾ നോക്കിയിട്ട് പറ്റിയേല. ഹല്ലേലൂയ. പ്രിയ വൈദികരെ, നമ്മളെ വീഴ്ത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ സമർപ്പണത്തിൽ, പ്രാർത്ഥനയിൽ, നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ഇത് വലിയ സത്യമാണ്. എപ്പോഴും നമ്മൾ ആ ശക്തി സംഭരിക്കണം. അവിടുത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് അതിനാദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ വ്യക്തമായി ശക്തമാക്കണം. സഹോദരി,
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹിക്കുവിൻ. അപ്പോൾ നിങ്ങൾ വീഴുകയില്ല. 2 പത്രോസ് 1:10. അപ്പോൾ ഒരു വൈദികൻ നിലനിൽക്കുവാൻ, സന്യാസി വൈദികനോ അല്ലെങ്കിൽ രൂപരാ വൈദികനോ ആ കൂട്ടത്തിൽ കന്യാസി ആയിക്കോട്ടെ, നിലനിൽക്കുവാനായിട്ട് വിളിയിൽ ഉറച്ചു നിൽക്കണം. ഒരിക്കലും സംശയിക്കരുത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അല്ല, ഈശോ മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട നിമിഷം ആ ഈശോടൊപ്പം തന്നെ നമ്മൾ വേറൊരു വൈദികൻ, വേറൊരു പുരോഹിതൻ ആയിരുന്നു, വേറൊരു യേശു ആയിരുന്നു. ഇത് മറക്കരുത്. നമ്മുടെ പൗരോഹിത്യത്തിന്റെ ആരംഭം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലാണ്. ഹല്ലേലൂയ. അവിടെ വെച്ച് യേശു, ആ നിത്യ പുരോഹിതൻ, അവനോടുകൂടെ നമ്മൾ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ക്രിസ്തു എന്ന് അറിയപ്പെടുന്നതിന് കാരണം. മറക്കരുത്, നമ്മുടെ വിളി അത്രമാത്രം അത് ആഴമാണ്. അതിനുശേഷമാണ് അത് തെരഞ്ഞെടുപ്പുണ്ടായത്, ബിഷപ്പ് അല്ലെങ്കിൽ സുപ്പീരിയർ സെമിനാരിയിലേക്ക് തെരഞ്ഞെടുത്തത്. അപ്പൊ ഈ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി പറയുകയാണ്, അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വീഴുകയില്ല. അത് അതിനുകൊണ്ട് പ്രഭാഷകൻ പുസ്തകം 2:4 പറയുന്ന പോലെ യേശുവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിനോട് വിട്ടകലാതെ അത് നിൽക്കുക എന്ന ആ വലിയ സത്യം അത് ഓരോ വരികയും തിരിച്ചറിഞ്ഞേ മതിയാവൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, ഒരിക്കലും മറക്കരുത്. പ്രഭാഷകൻ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ വചനങ്ങൾ. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതരരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. വലിയ കാര്യങ്ങളാണ് നേർവഴിക്ക്. അസത്യം പാടില്ല. വക്രത നിറഞ്ഞ ഈ ലോകത്തിൽ, എല്ലാം തകർന്ന ലോകത്തിൽ നമ്മൾ അത് നല്ല ദീപമായി, യോഹന്നാൻ മാർപ്പാനായ പോലെ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി കഴിയണം പുരോഹിതരെ. അതിനുള്ളതാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ 2-ാം അധ്യായം 15. ഈ തകർന്നടിഞ്ഞ ലോകത്തില് വിളക്കുകളായിട്ട് പ്രകാശിക്കണമെന്ന് അത് പ്രത്യേകിച്ച് വൈദികരോട് ഉള്ള ആഹ്വാനമാണ്. നമുക്ക് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, സങ്കീർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 63. അതിൽ 8-ാം വചനം പ്രത്യേകിച്ച്, എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ. സത്യമാണ്. പ്രലോഭനങ്ങൾ, ചിലപ്പോൾ വൈകാരികമായ പ്രലോഭനങ്ങൾ, ചുറ്റുപാടിലുള്ള വൈരാഗ്യങ്ങൾ, പിണക്കങ്ങൾ, മാറ്റി നിർത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ശാരീരികമായ വേദന തന്നെ ഉണ്ടാകുന്ന അവസരത്തിലെല്ലാം ഞാൻ ചെയ്യുന്നത് അത് ഈ വചനത്തെ മുറുകെ പിടിക്കുക, അവിടുത്തോട് ഒട്ടിച്ചേർന്നിരിക്കുക. ലോകത്തിലെ ഏറ്റവും യേശുവിനോട് ഒട്ടിച്ചേർന്നിരിക്കാവുന്നവർ വൈദികരും വൈദിക ശ്രേഷ്ഠന്മാരും കന്യാസികളുമാണ്. കാരണം അവരാണ് കർത്താവിന്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞാൽ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാര്യ ഭർത്താക്കന്മാരെ മണവാട്ടികൾ നമ്മൾ പറയുന്നെങ്കിൽ, ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും എന്ന് പറഞ്ഞ പോലെ ഒരു പുരോഹിതൻ, ഒരു കന്യാസി, ഒരു മത്രാൻ യേശുവിലാണ്. അവനെ അതുകൊണ്ടാണ് വിളിക്കുന്നത് വേറൊരു ക്രിസ്തു, അനദർ ക്രൈസ്റ്റ് എന്ന്. അപ്പൊ അതിന് ചേർന്നിരിക്കണം. ഭാര്യ ഭർത്താവിനോട് ചേർന്നിരിക്കുന്ന പോലെ, അഥവാ ഭർത്താവ് ഭാര്യയോട് ചേർന്ന് ഒന്നായിരിക്കുന്ന പോലെ, ഒന്നും ഒന്ന്. അതുപോലെ യേശുവും ഒരു വൈദികനും ഒന്നായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, കൂടാശയിൽ ചേർന്നിരിക്കുമ്പോൾ ആ കർത്താവിന്റെ കൈ താങ്ങുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ ആർക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല. അദൃശ്യ ശക്തിക്ക് ഒരു തരത്തിലും തൊടാൻ പറ്റില്ല. മാത്രമല്ല, മറ്റ് ശക്തികൾ, മനുഷ്യന്റെ ശക്തികൾ നശിപ്പിക്കാൻ പരിശ്രമിച്ചാലും അവരുടെ പരിശ്രമങ്ങൾ വിഫലമായി പോകും. അത് എങ്ങനെയാണ് കൂടിച്ചേർന്നിരിക്കേണ്ടത്? വളരെ മനോഹരമായിട്ട് ജെറമ്യാ പ്രവാചകൻ 13:11 പറയുന്നുണ്ട്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ
നിങ്ങളും എന്നോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. കൈരുമുണ്ട് കൊടുക്കുന്നതേ ആ അരയോട് ചേർന്നില്ലെങ്കിൽ അങ്ങ് പോവും താഴേക്ക്, അല്ലേ? അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കേണ്ട വിധം പച്ച മലയാളത്തിൽ പറയാൻ ആര്? ജെറമ്യാ പ്രവാചകൻ. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ കർത്താവിനോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം, പഴയ യേശുവിന് മുമ്പുള്ള ഒരു കാലത്തേക്ക് ഈ ലോകത്തെ വലിച്ചഴയ്ക്കുവാൻ പിശാച് ഇന്ന് കിണ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭയങ്കര പ്രവർത്തനങ്ങൾ. ഇന്നത്തെ ടെക്നോളജി എല്ലാം അതിനു വേണ്ടിയാണ്. അതായത് യേശുവിനെ ഇല്ലാതാക്കുക ഈ ഭൂമിയിൽ. യേശു ഇല്ലാത്ത ഭൂമി അന്ധകാരാവൃതമായിരിക്കും. അതായത് യേശു ജനിക്കുന്നതിന് മുമ്പത്തെ കാലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്കറിയാം, യേശു വന്നപ്പോഴാണ് പാപമോചനമുണ്ടായത്, രോഗശാന്തി ലഭിച്ചത്, വചനം പ്രഘോഷിക്കപ്പെട്ടത്, പ്രകാശമെന്ന് അറിയപ്പെട്ടത്, യേശുവിനെ അറിയാൻ തുടങ്ങിയത്, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതരായത്, ശാപങ്ങൾ പോയത്, എല്ലാം ഒറ്റ വാക്കി പറഞ്ഞാൽ രക്ഷ കയറുന്ന യേശുക്രിസ്തുവിലൂടെയാണ്. ആകയാൽ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. റോമ 8:1 മറക്കരുത്. അപ്പോൾ അത്രമാത്രം നമുക്ക് ശക്തിയുണ്ട്, അനുഗ്രഹം ഉണ്ട്. അപ്പോൾ ഇത് നശിപ്പിക്കുക. എന്നിട്ട് അന്തിക്രിസ്തുവിന്റെ കാലമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു വന്നതിനെ നിരാകരിക്കുന്ന ആണ് അന്തിക്രിസ്തു എന്ന് വളരെ വ്യക്തമായി 1 യോഹന്നാൻ 4 യോഹന്നാൻ ശ്ലീഹ അതായത് മാറോട് ചേർന്ന്, യേശുവിനെ മാറോട് ചേർന്നിരുന്ന് അനുഭവിച്ച, ദൈവസ്നേഹം അനുഭവിച്ച യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. അതായത് അന്ത്യക്രിസ്തു ഉണ്ടേ, അന്ത്യക്രിസ്തുവിന്റെ ആത്മാവിന്റെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെതിരായി, ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരായി, കൂടാശകൾക്കെതിരായുള്ള ശത്രുക്കൾ. എന്റെ പ്രിയ പൊന്നു വൈദികരെ, ഇവയൊന്നും മാറ്റാൻ നിങ്ങൾ കൂട്ടരുതേ. കൂട്ടുകൂടിയാൽ നിങ്ങളുടെ വൈദിക ജീവിതം, ധന്യമായ സന്യാസ ജീവിതം ഇല്ലാതായിത്തീരും. ഇല്ലാതായിത്തീരുമ്പോൾ നൃത്തമാടുന്ന ആരാന്നറിയാമോ? പിശാച്, അന്ത്യക്രിസ്തു തന്നെ. അന്ത്യക്രിസ്തു ഇന്ന് ലോകത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. യേശു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നുവെന്നും രക്ഷ നേടിയെന്നും വിശ്വസിക്കാത്തവരാണ് ഇന്ന് നമ്മളെ പീഡിപ്പിക്കുന്നത്. ഓർക്കണമേ, യോഹന്നാൻ 16 2-3 അവർ യേശുവിനെയും പിതാവിനെയും അറിയാത്തത് കൊണ്ട് വിളിപ്പിക്കുന്നു. സിനഗോഗുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും, കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കൊല്ലും. ഇതെല്ലാം പ്രിയമുള്ളവരെ, മനുഷ്യൻ ചെയ്യുന്നത് ഈ മനുഷ്യന്റെ പിന്നിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള വൈദികരെ. ആ ദിവ്യ അൽത്താരയിൽ യേശുവിനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ആ ദിവ്യസക്കാരുടെ മുമ്പിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നിൽക്കാവുന്ന കാലത്ത് ചെയ്യുമായിരുന്നു, ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് അവിടെ പോയി ഈ വീൽ ചെയറിൽ നിന്ന് കുമ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ക്രൂശിതനെ മുറുകെ പിടിക്കുക. ഒരു ക്രൂശിത രൂപം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു പക്ഷേ റീത്തിന്റെയൊക്കെ പേര് ക്രൂശിരൂപത്തെ നിരാകരിക്കുന്നവർ കാണും. എന്നാലും അകത്തെങ്കിലും ഒരു കുരിശുരൂപം ധരിക്കൂ, തലണക്കീഴെങ്കിലും ഒരു കുരിശുരൂപം വയ്ക്കൂ. ആ കുരിശുരൂപത്തെ വെക്കാനല്ല, ക്രൂശിതനെ മാറ്റരുത്. ക്രൂശിനെ വെറുക്കുന്നവൻ പിശാചാണ്. നീ ഒരു ക്രൂശിതനോട് ചേർന്നിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും പിശാച് ദൂരെ പോകും. അതുകൊണ്ടല്ലേ ഗലാത്യ 3:1 മണ്ടന്മാരെ, മഠയന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഗലാത്യരോട് പൗലോസ് ശ്ലീഹ പറയുന്നത്, ആരാണ് ക്രൂശിതനിൽ നിന്ന് നിങ്ങളെ മാറ്റിയത്? ഏത് മന്ത്രവാദമാണ് മാറ്റിയത്? ഏതോ ഒരു മന്ത്രവാദം ഇന്ന് വൈദികരെയും വൈദിക ശ്രേഷ്ഠന്മാരെയും ക്രൂശിതനിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നുള്ളത് നഗ്നസത്യം. അതിന്റെ ഫലം കേരള സഭ അനുഭവിക്കുന്നു, കേരളത്തിലെ വൈദികർ അനുഭവിക്കുന്നു, ലോകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഫലമായിട്ടോ ആദ്യം നശിക്കുന്ന വൈദികരാണ്. നമ്മുടെ കേരളത്തിലെ വൈദികർ എത്രയോ പേരടുത്തുകൊണ്ട് മരിച്ചുപോയി. കുറെ പേരുടെ പേര് ശേഖരിക്കാൻ ഞാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരാളോട് പറഞ്ഞ് കിട്ടിയില്ല. സാരമില്ല, നിങ്ങൾക്കറിയാം. മിക്കവാറും പോലെ വീഡിയോയിൽ ഞാൻ കാണുന്നതാണ്. അവിടെ കരഞ്ഞുകൊണ്ട് മെത്രാൻ പ്രസംഗിക്കുന്നത്, കരഞ്ഞുകൊണ്ട് ഒരു പക്ഷെങ്കിൽ സഹോദരൻ പ്രസംഗിക്കുന്നത്, കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർ പ്രസംഗിക്കുന്നതൊക്കെ ആ അച്ഛന്മാരുടെ ആ ശവമഞ്ചത്തിന്റെ അടുത്ത്. ഇത് ഇനിയും കൂടുതലായിട്ട് നമ്മളെ നശിപ്പിക്കുവാൻ, വൈദികരെ നശിപ്പിക്കുവാൻ അവൻ തക്കം നോക്കിയിരിക്കും. ഫാദർ സുരേഷ് മാത്യു, അതായത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കറണ്ടിൽ പ്രസിദ്ധീകരിച്ച് പറയുവാണ്, കോവിഡിന്റെ 2ാമത്തെ തരംഗം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരിച്ചു വൈദികരാണ്. ഇന്ത്യയിൽ തന്നെ 117 വൈദികർ മരിക്കുകയുണ്ടായി.
അതായത് ഏപ്രിൽ മാസം 10 മുതൽ മെയ് മാസം 14 വരെ 2021. അപ്പൊ ഇതൊക്കെ വലിയ സത്യങ്ങൾ ആണ്. നമ്മൾ മനസ്സിലാക്കണമേ. 40 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ മരിക്കുകയുണ്ടായത്. അഥവാ അവരെയാണ് കൊല്ലുകയുണ്ടായത് പൈശാചിക ശക്തികൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിളി ഉറപ്പാക്കുക. ആ വിളിയെടുത്ത വ്രതവാഗ്ദാനങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ യാതൊരു ശക്തിക്കും നിങ്ങളെ അകപ്പെടുത്തുവാൻ, തകർക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് എപ്പോഴും അർപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ. ആ റോമക്കാർക്ക് ലേഖനം അധ്യായം 12 ഒരിക്കലും മറക്കരുത്. ആകയാൽ സഹോദരരെ, എന്റെ പ്രിയ സഹോദര വൈദികരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ. ആരാധനാക്രമങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ ആരാധനാക്രമമല്ല, നമ്മുടെ ജീവിതമാകുന്ന ആ സമർപ്പണം, ആ വിശുദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് ഇടവരട്ടെ. 2 കൊരിന്ത്യർ 12 പറയുന്ന പോലെ, എനിക്ക് അവിടുത്തെ കൃപ മതി. യേശുവിന്റെ കൃപ മതി. നമുക്ക് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളെ മുന്നോട്ട് പോകാം. ഒരു കാര്യം പറയുന്നു, ഇനിയും വൈദികരോട് ഏറെ വെറുപ്പ് ജനങ്ങൾക്കുണ്ടാകും. ക്രിസ്ത്യാനിയോട് എന്നതിനേക്കാൾ വെറുപ്പ് നമ്മോടായിരിക്കും, വൈദികരോടായിരിക്കും. ജനങ്ങൾ തന്നെ, നമ്മുടെ ജനങ്ങൾ തന്നെ, നമ്മുടെ വിശ്വാസികൾ തന്നെ, വിശ്വാസം നഷ്ടപ്പെട്ടവരും അതൃപ്തിയുള്ളവരും പിണക്കമുള്ളവരും എതിർക്കും. ഇനി മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ള വിജാതിയെ എതിർക്കും, നമ്മളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കും. അന്ന് ഓർത്തോണമേ. അങ്ങനെ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവർ യേശുവിനെയാണ് ഇല്ലാതാക്കുന്നത്. യേശുവിനെ എങ്ങനെ ഇല്ലാതാക്കും? യേശുവിനെ കൈക്കുമ്പിളിൽ എന്നും ഈ ലോകത്തിന് പിറപ്പിക്കുന്നവരെ, ആ കൈക്കുമ്പിളിൽ അവിടുത്തെ സഹനവും പീഡാനുഭവവും കുരിശുമരണവും മഹത്വീകരണവും പ്രഘോഷിക്കുന്നവരെ നശിപ്പിക്കുക. അപ്പോൾ യേശു ഈ ലോകത്തിന് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ആ വിശ്വാസത്തിലൂടെ നമുക്ക് ജാഗരൂകരായിരിക്കാം. നമ്മളെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് അർപ്പിച്ച് സമർപ്പിച്ച് കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് 12 മുതൽ വചനങ്ങളിൽ, ജഡമുഖങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നോക്കൂ, സിംഗുലറായിട്ടാ പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്, പാപങ്ങൾ എന്നല്ല. പാപം എന്ന് പറഞ്ഞാൽ പിശാചാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, പാപം പടിയിൽ പതിയിരിപ്പുണ്ടെന്ന് ആ കായനോട് കർത്താവ് പറഞ്ഞത്. അപ്പൊ പാപം സിംഗുലർ ആണ്. പാപം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചാണ്. ഈ പാപം ഇല്ലാതാക്കാനാണ് ഈ ലോകത്തിൽ കർത്താവ് പിറന്നത്. പാപം നിഹനിക്കുന്ന കുഞ്ഞാട്. പാപങ്ങൾ നിഹനിക്കാന്നല്ല, പാപം പിശാചുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 3:8 പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന് ഉള്ളവനാണ് എന്ന്. പിശാചാക്കി തീർക്കുകയാണ് നമ്മളെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും പിശാചിന് കീഴ്പ്പെടരുത്. അതാണ് പാപത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ പിശാചിന് കീഴ്പ്പെടുത്തുക. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ കൃപയും കീഴിലാണ്. ഹല്ലേലൂയ. പാപം പിശാച് ഒരിക്കലും ഒരു വൈദികനെ ഭരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒറ്റമുറുക്കായിരിക്കാം, പുകവലിയായിരിക്കാം, മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ അശ്ലീലത്തിന്റെ നോട്ടങ്ങൾ, അശുദ്ധമായ നോട്ടങ്ങൾ, അതിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറായിരിക്കാം, ഒരു പക്ഷേ മൊബൈലായിരിക്കാം, പോണോഗ്രാഫി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം പുറത്തുപേക്ഷിക്കണം. എന്നിട്ട് യേശുവിനോട് ചേർന്ന് ഇരിക്കണം. അതിന് ചെലവാക്കുന്ന പണവും സമയവുമെല്ലാം യേശുവിനോട് ചേർന്നിരിക്കുവാൻ, പ്രാർത്ഥനയിൽ ആ ക്രൂശിതനോട് ചേർന്നിരിക്കുവാൻ ഉത്സുകരായിരിക്കട്ടെ. ഒത്തിരി സ്നേഹപൂർവ്വം ഈ ചെറിയ വീഡിയോ ഞാൻ വൈദികർക്കായിട്ട് സമർപ്പിക്കുന്നു. യേശുവിനെ പോലെയാകണം, എനിക്കേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥന,
യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാ, യേശുവിനെ പോലെയാകണം. എന്റെ പ്രിയ സുഹൃത്തായിരുന്ന മുണ്ടഞ്ചേരി അച്ഛനെ ഓർക്കുന്നു ഈ പാട്ട് പാടുമ്പോൾ. OCDയിൽ സമൂഹത്തിലെ കണ്ണുകളടയ്ക്കാം. പ്രിയ ഈശോയെ, എന്റെ സഹോദര വൈദികരെയും ബിഷപ്പ്മാരെയും ഒരിക്കൽ കൂടി അങ്ങനത്തെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. കഥാ ഈശോയെ ഒരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. എന്റെ ജീവിതത്തിൽ, എന്റെ 52 വർഷത്തെ വൈദിക ജീവിതത്തിൽ പിശാച് പ്രകാരം എന്നെ തകർക്കാൻ നോക്കി. പക്ഷെ ഞാൻ ഈശോയോടും അമ്മയോടും ചേർന്നിരിക്കുന്നത് കൊണ്ടും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നത് കൊണ്ടും അവനെ നശിപ്പിക്കാൻ പറ്റാതെ പോയത്. കാരണമുള്ള കർത്താവേ, ഈ പൊരുതൽ നടത്തുവാൻ എന്റെ സഹോദര വൈദികരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ അകാല മരണം പ്രാപിച്ച എത്രയോ വൈദികർ ഈ ലോകത്തിലുണ്ടായിരിക്കുന്നത് പിശാചിന് ഏറ്റവും വെറുപ്പാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു വിശുദ്ധ വൈദികനായ മാരിയാൻ എന്ന് പറയുന്ന ആള് എനിക്ക് സ്ലൊവേനിയയിൽ വെച്ച് ഒരു ബെനഡിക്റ്റീൻ കുരിശ് തന്നിട്ട്, ബെനഡിങ്ങോസ് ഉണ്ണിയാളുടെ കുരിശ് എന്റെ കൈ തന്നിട്ട് പറഞ്ഞ, അച്ഛാ, പിശാചിനോട് പടപൊരുതാൻ അച്ഛന് ആയുധം ആവശ്യമാണ്. ഇത് ഞാൻ പ്രത്യേകം വ്യഞ്ചരിച്ചതും അത് വിടുതൽ നൽകി പ്രാർത്ഥിച്ചമായ ഒരു കുരിശാണ്. കാരണം അത് പിശാചിന് ക്രിസ്ത്യാനിയെ വെറുപ്പാണ്. അതിൽ കൂടിയായിട്ട് വൈദികരെ വെറുക്കുന്നു. അതിലെല്ലാത്തിലും ഉപരിയായി വചനം പോഷിക്കുന്നതിനെ വെറുക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ചതിച്ച് അവരെ നശിപ്പിക്കുവാൻ നോക്കുമെന്ന്. ഇതെല്ലാം എന്റെ ഓർമ്മയിൽ വരുന്നു. എന്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഏകദേശം 5 ലക്ഷത്തോളം വൈദികരെ ഞാൻ കാണുന്നു. അവരുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. അവരർപ്പിക്കുന്ന ബലിയിലൂടെ തന്നെ അവരെ വിശുദ്ധീകരിക്കണമേ. അവരുടെ പ്രാർത്ഥനയിലൂടെ അങ്ങുമായിട്ട് കർത്താവെ പുക്കിൽ കൂടി അമ്മയുടെ ഉദരവുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന പോലെ ഈശോയുടെ ഹൃദയവുമായിട്ട് ഇവിടെ പ്രാർത്ഥനയും കൂടാശകളും ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ എന്റെ സഹോദര വൈദികരെല്ലാവരെയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.